കശുവണ്ടി വ്യവസായികളുടെ തകർന്നടിഞ്ഞ കശുവണ്ടി 300ഓളം തകർന്നടിഞ്ഞ കശുവണ്ടി വ്യവസായികളുടെ പ്രതിനിധിയായി നമ്മുടെ 3 ആവശ്യങ്ങൾ വ്യവസായ വകുപ്പിനോടും വ്യവസായ മന്ത്രിയോടും പറഞ്ഞ് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. ഈ സമരം കൊല്ലത്ത് നിന്ന് ആരംഭിച്ചപ്പോൾ LDF, UDF, NDA തുടങ്ങിയ കക്ഷികളുടെ എല്ലാ ജില്ലാ നേതാക്കളെയും കണ്ടിട്ടാണ് ഈ ജാഥ അവിടെ നിന്ന് ആരംഭിക്കുന്നത്. ഇത് 3 ഘട്ടമായിട്ടാണ് ഈ ജാഥ. ഇതിനകത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. 3 ഘട്ടമായിട്ടാണ്. 2ാം ഘട്ടം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സമാപിക്കുകയും നമ്മുടെ സമരപ്രഖ്യാപനങ്ങൾ 3 പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുകയുണ്ടായി. ഈ കശുവണ്ടി വ്യവസായം എന്ന് പറയുന്നത് 100ഓളം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പരമ്പരാഗത വ്യവസായമാണ് കശുവണ്ടി വ്യവസായം. അത് കൊല്ലം ജില്ലയാണ് വേൾഡ് ഭൂപടത്തിൽ കൊല്ലത്തിനെയാണ് കാഷ്യൂ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. കൊല്ലം ബേസ് ചെയ്താണ് ഈ കശുവണ്ടി വ്യവസായം നമ്മളെ കേരളത്തിൽ നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലും കശുവണ്ടി വ്യവസായം ഏതാണ്ട് പകുതിയോളം ഭാഗത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ബാക്കിയുള്ള അടുത്തുള്ള ജില്ലകളിലും കേരളം ഒട്ടുക്കുണ്ട്. അപ്പോൾ ഈ കശുവണ്ടി വ്യവസായം നല്ല രീതിയിൽ നടന്നു വന്നിരുന്ന വ്യവസായം 2015 തകർച്ച നേരിടേണ്ടി വന്നത്. 2015 അതായത് നമ്മുടെ ഈ കശുവണ്ടി വ്യവസായം എന്ന് പറയുമ്പം കശുവണ്ടി വ്യവസായിക്ക് ധാരാളം GST അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ESI ഉണ്ട്, ക്ഷേമനിധിയുണ്ട്, PF ഉണ്ട്. അതുകൂടാതെ തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. അതായത് കൊല്ലം ജില്ലയിൽ മാത്രം 2 ലക്ഷത്തോളം സ്ത്രീ തൊഴിലാളികളും കേരളമൊട്ടാകെ 3 ലക്ഷത്തോളം സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് കശുവണ്ടി മേഖല. അപ്പോൾ ഈ തൊഴിലാളികൾക്ക് ഏതാണ്ട് അവരുടെ ശമ്പളത്തിന്റെ 20-22% ബോണസ്, മൊത്തം ശമ്പളത്തിന്റെ 22% ബോണസ് ഉൾപ്പെടെ ഈ എല്ലാം കൊടുക്കുന്ന ഒരു വ്യവസായികളാണ് കശുവണ്ടി വ്യവസായികൾ. അതിൻ്റെ കൂടെ ഈ GSTക്ക് എല്ലാ ചെലവുകൾക്കും കൂടെ ഒരു 10% ഇമ്പോർട്ട് ഡ്യൂട്ടി കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെടുത്തി 2015. ഈ 10% ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഭീമമായ ഒരു തുക വരും നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ. അതായത് നമ്മുടെ ബാങ്കിലെടുത്ത ലോണിന്റെ അത്രയും തുക തന്നെ വരും. അത് കണക്കൂട്ടി വരുമ്പോൾ ബാലൻസ് ഷീറ്റ് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തിയോട് കൂടി ആ ഒരു കൊല്ലം കൊണ്ട് തന്നെ സുനാമി വന്നണക്ക് കശുവണ്ടി വ്യവസായം തകർന്നടിയുകയും 850ഓളം കശുവണ്ടി വ്യവസായങ്ങൾ പൂട്ടപ്പെടുകയും 300ഓളം കശുവണ്ടി വ്യവസായികൾ തകർന്നടിയുകയും ചെയ്തു. ആ തകർന്നടിഞ്ഞ കശുവണ്ടി വ്യവസായികളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ അവിടെ നിന്ന് നടന്നിവിടെ വരുന്നത്. നമുക്ക് നേരത്തെയൊക്കെ ഏതാണ്ട് ഒരു 60% വരെ റാ മെറ്റീരിയൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. കശുമാവെല്ലാം മുറിച്ച് കളഞ്ഞ് റബ്ബർ വെച്ച് വേറെ ആവശ്യങ്ങൾക്ക് മുറിച്ച് കളഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും നമുക്ക് ആവശ്യമുള്ള കശുവണ്ടി ഇല്ലാതെ വന്നപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ് ഈ സ്ത്രീ തൊഴിലാളികൾക്ക് നമ്മൾ ജോലി കൊടുക്കുന്നത്. അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് സ്ത്രീ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു റാ മെറ്റീരിയലിനാണ് ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി വന്നത്. പക്ഷെ അത് എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തി ഞങ്ങളെ നിന്ന് ഈടാക്കിയ തുകയിലെ ഒരു 4-1 ഒരു 10-1 നമ്മൾ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുന്നു. അതിനാണ് നമ്മൾ റിസർവ് ബാങ്കിന്റെ മുന്നിൽ പോകുന്നത്. അവിടെ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് നമ്മളെല്ലാം അവതരിപ്പിച്ച് നമ്മൾ പറഞ്ഞ് നമ്മുടെ കാര്യങ്ങൾ ബോധിപ്പിച്ച് നമുക്ക് നേടിയെടുക്കാന്നുള്ളതാണ്. വീണ്ടും ഈ ഇൻഡസ്ട്രി പുനരുജ്ജീവിപ്പിക്കണം, റിവൈവ് ചെയ്യണം, പുനരുദ്ധരിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ ഞാൻ ഈ വരുന്ന വഴിയിൽ കൊല്ലത്തുനിന്ന് നടന്ന് വരുന്ന വഴിയിൽ തന്നെ 30ഓളം കശുവണ്ടി ഫാക്ടറികൾ ആ റോഡ് സൈഡിൽ നടന്നു വരുന്ന വഴിയിൽ പൂട്ടിക്കിടപ്പുണ്ട്. 30ഓളം നടന്നു വരുന്ന വഴിയിലാണ്. അപ്പോൾ അത് കണ്ട നേർക്കാഴ്ചകളാണ്. അപ്പോൾ നമ്മുടെ പൂട്ടപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾ അവരെ ഞാൻ കണ്ടു. അവരെ കണ്ട അമ്മമാരും സഹോദരിമാരൊക്കെ കണ്ടപ്പോൾ അവർ പറയുന്ന സഹോദര ഞങ്ങളും കടക്കണിയിലാണ്. ഞങ്ങൾ ഇസാഫിൽ നിന്നൊരു കടം എടുക്കും, അത് നമുക്ക് വീട്ടാൻ പറ്റാതെ വരുമ്പോൾ മുത്തൂറ്റിൽ നിന്നൊരു കടം എടുക്കും, അതും പറ്റാതെ വരുമ്പോൾ വേറെ കടം എടുത്ത് ഞങ്ങളും കടക്കണിയിലാണ്. അങ്ങനെയാണ് തൊഴിലാളികൾ പറയുന്നത്. തൊഴിലാളികൾ പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവശ്യ വിഭാഗങ്ങളാണ് ഈ കശുവണ്ടി തൊഴിലാളികൾ. അവർക്ക് ആ കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് ജോലിയാണ്. വേറെ ഒരു ജോലി ഈ കശുവണ്ടി തൊഴിലാളികൾക്ക് വിളിച്ച് കൊടുക്കത്തില്ല. അപ്പം ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളെ തൊഴിലാളികളും പട്ടിണിയിലും കടക്കണിയിലും ഒക്കെയാണ്. അപ്പം നമ്മളിത് ഗവൺമെന്റിനെതിരായുള്ള സമരമല്ല. അതാണ് നമ്മൾ LDF, UDF, NDA എല്ലാവരെയും കണ്ടത്. നമുക്കെല്ലാ കാര്യം പറഞ്ഞ് നമ്മുടെ ഇൻഡസ്ട്രി കൊണ്ടുവരിക,
നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു വ്യവസായം പോകുമ്പോൾ മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ അതെല്ലാം നമ്മൾ ബാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് തന്നെ നമ്മൾ വ്യവസായ വകുപ്പിനെ പറഞ്ഞ് കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ മൂന്ന് ആവശ്യങ്ങൾ ഒന്നാമത്തെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ തകർന്നടിഞ്ഞ കശുവണ്ടി വ്യവസായികൾക്ക് മാത്രമായിട്ടൊരു രക്ഷാ പാക്കേജ്. അതായത് നിലവിൽ നടത്തുന്ന വ്യവസായികൾക്ക് ഗവൺമെൻറ് പല ആനുകൂല്യങ്ങളും പാക്കേജുകളും സബ്സിഡികളും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ തകർന്നടിഞ്ഞ് നമ്മളെപ്പോലെ മിഷനറികളെല്ലാം നശിച്ച് നമ്മുടെ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇതെല്ലാം കൊടുത്ത് GST ഒക്കെ കൊടുത്തവരാണ്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്കൊരു രക്ഷാ പാക്കേജ് നമുക്ക് തിരിച്ചു വേണം. അതാണ് നമ്മുടെ ഒന്നാമത്തെ ആവശ്യം, തകർന്നടിഞ്ഞ വ്യവസായികൾക്കൊരു രക്ഷാ പാക്കേജ്. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു OTS സ്കീം, റിവേ പാക്കേജ് ബാങ്കുമായിട്ട് ഗവൺമെൻറ് SLBC ഒരു ജിയോ എല്ലാം ഇറക്കി. ആ ജിയോ പ്രകാരം ഈ തകർന്നടിഞ്ഞ വ്യവസായികളുടെ അക്കൗണ്ടുകൾ നമ്മളൊരു ഇനിഷ്യൽ പേയ്മെൻറ്റ് പിന്നെയും കടം വാങ്ങിയൊക്കെ ഈ വസ്തു വിറ്റൊക്കെ സെറ്റിൽമെൻറ്റ് ഓൺ ടൈം സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്ത് 10% അടയ്ക്കപ്പോൾ അത് പിന്നെയും നമുക്ക് ആ പൈസയും കൂടെ കടം വാങ്ങി ആ കടക്കാരും കൂടെ നമ്മളെ ശല്യം ചെയ്യുന്നു. അങ്ങനെ ആ 10% അടച്ച അക്കൗണ്ടുകൾ ബാങ്കുകൾ അത് അവരെ അക്കൗണ്ടിലൊക്കെ അങ്ങ് പിടിച്ച് നമ്മളെ പറ്റിക്കപ്പെട്ടു. അത് ഈ വ്യവസായ വകുപ്പ് ഒരു നോഡൽ ഓഫീസർ ഉണ്ട്. ആ നോഡൽ ഓഫീസറെയൊക്കെ വെച്ച് നമുക്കൊരു ഹിയറിംഗ് ചെയ്ത് അത് പുനഃപരിശോധിച്ച് ആ അക്കൗണ്ടുകളെല്ലാം ഒന്ന് പരിഹാരമാക്കണം. പിന്നെ മൂന്നാമത് ഇത് തന്നെ ഗവൺമെൻറ് ജിയോ പ്രകാരമുള്ള സ്കീം ഒട്ടുമിക്ക ബാങ്കുകൾ അംഗീകരിച്ചിട്ടില്ല. കാനറ ബാങ്ക് മാത്രം ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ബാങ്കുകളൊന്നും ഇത് അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ SBI ഉൾപ്പെടെ എല്ലാ ബാങ്കുകളും, അതായത് 24 ബാങ്കോളം SLBC കൺസോർഷ്യത്തിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ആ 24 ബാങ്കുകൾ ഇത് അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ ഈ ജിയോ പ്രകാരമുള്ള OTS ആ സ്കീം എന്തായാലും നീട്ടി ഒരു വർഷത്തിൽ കൂടെ നീട്ടി 2025 ഡിസംബർ 31 വരെ ആക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ, സമരത്തിൻ്റെ വിശദീകരണമെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ഒരു ചെറിയ രീതിയിൽ നടന്ന് നമ്മളെ എല്ലാ വ്യവസായികളും എത്താൻ പറ്റുന്ന വ്യവസായികളുമായിട്ട് നടന്ന് റിസർവ് ബാങ്കിൻ്റെ അവിടെ വന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ച് SLBCയിൽ എവിടെയും വന്ന് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ട് ഇത് ഒറ്റയ്ക്ക് നടക്കുകയാണ് ഞാൻ. ആ ഒറ്റയ്ക്ക് തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇരിക്കുകയും മറ്റ് വ്യവസായികൾ വന്ന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ സമരം ഒരു സമാധാനപരമായ രീതിയിൽ നടത്തി നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ രീതി. അതായത് ഈ വ്യവസായത്തെ സംരക്ഷിക്കുക, അതാണ് മുഖ്യമായ കാര്യം. ഈ തകർന്നടിഞ്ഞ വ്യവസായികൾ, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. കാര്യം ഈ നിലവിൽ നടത്തുന്ന വ്യവസായികളല്ല, തകർന്നടിഞ്ഞ എന്നെ പോലെയുള്ള തകർന്നടിഞ്ഞ വ്യവസായികളുടെ പ്രതിനിധിയായിട്ടാണ് വരുന്നത്.